ആദ്യം തന്നെ പോകുന്നത് കണ്ണൂരിലേക്കാണ്. വികസനം ജന്മാവകാശം എന്ന മുദ്രാവാക്യം ഉയർത്തി മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മടത്ത് BJPയുടെ മെഗാ അദാലത്തും ജനസംഗമവും നടക്കുകയാണ്. മമ്പറം എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ഗ്രൗണ്ടിൽ നടക്കുന്ന മെഗാ അദാലത്തിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും കേന്ദ്രമന്ത്രി ശോഭ കരന്തലജിയും ജനങ്ങളുടെ പരാതികൾ നേരിട്ട് സ്വീകരിക്കും. പരിപാടിയുടെ തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ആമുഖ പ്രസംഗം നടത്തുന്നതിന് വേണ്ടി ഈ പരിപാടിയുടെ കോർഡിനേറ്ററും യുവമോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ ഗോകുൽ ഗോപിനാഥൻ. നമസ്കാരം. കണ്ണൂർ കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് കണ്ണൂരിൽ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയുടെ നേതൃത്വത്തിൽ നമ്മുടെ കണ്ണൂരിന്റെ സമസ്ത മേഖലയിലെയും ഉള്ള ജനതയെ കാണുകയാണ്, നിങ്ങൾക്കൊപ്പം ഇരിക്കുകയാണ്, ഈ കണ്ണൂരിനെ കേൾക്കുകയാണ്. വിവരങ്ങൾ നൽകാൻ മിഥുൻ പിള്ള ചേരുന്നുണ്ട്. മിഥുൻ, മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ ധർമ്മടത്ത് ജനങ്ങളുടെ ധർമ്മസങ്കടം അറിയാൻ BJP രംഗത്തെത്തുന്നു. വികസനം ജന്മാവകാശം എന്ന മുദ്രാവാക്യവുമായാണ് ഇപ്പോൾ ഒരു മെഗാ അദാലത്ത് നടക്കുന്നത്. വിവരങ്ങൾ പറയൂ. നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷമായി ഇടത് സർക്കാർ സംസ്ഥാനം ഭരിക്കുന്നു. അവർ ഉന്നയിക്കുന്ന പല വികസന പദ്ധതികളും വെറും സ്വപ്പ് കുമളുകളാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് വികസനം ജന്മാവകാശം എന്ന മുദ്രാവാക്യവുമായി BJP മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മടത്ത് തന്നെ ഇത്തരമൊരു മെഗാ അദാലത്ത് സംഘടിപ്പിച്ചിരിക്കുന്നത്. പരിപാടി ആരംഭിച്ചിട്ടുണ്ട്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, കേന്ദ്രമന്ത്രി ശോഭ കരന്തലജെ, അതുപോലെ തന്നെ രാജ്യസഭാ MP ശ്രീ സദാനന്ദൻ മാസ്റ്റർ, BJP ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടി, സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് തുടങ്ങി സംസ്ഥാന നേതാക്കന്മാരൊക്കെ തന്നെ ഈ വേദിയിൽ അണിനിരന്നിട്ടുണ്ട്. പരാതി നൽകാനും തങ്ങളുടെ വിഷമങ്ങൾ പറയാനുമായി ആയിരക്കണക്കിന് ആളുകളും ഈ ഒരു പരിപാടിയിലേക്ക് എത്തിയിട്ടുണ്ട്. അതിലും ജനങ്ങളെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസ മഴയായി തന്നെയാണ് ഈ ഒരു പരിപാടി ഇപ്പോൾ കണ്ണൂർ ധർമ്മടം മണ്ഡലത്തിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുക, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് മെഗാ അദാലത്തും ജനസംഗമവും BJP സംഘടിപ്പിക്കുന്നത്. അമൽ, യെസ്, അത് തന്നെയാണ് മിഥുൻ. നമുക്കറിയാം, ആ ജനക്കൂട്ടം കണ്ടാലറിയാം പ്രശ്നങ്ങൾ പരിഹരിക്കാനായി, പ്രശ്നങ്ങൾ അറിയിക്കാനായി കേന്ദ്രമന്ത്രി ശോഭ കരന്തലജിയെയും രാജീവ് ചന്ദ്രശേഖരനെയും കാണാനായി എത്തിയ ജനക്കൂട്ടത്തിൽ വ്യക്തമാണ് മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ ധർമ്മടത്ത് ഇത്തരത്തിലൊരു ധർമ്മസങ്കടം അറിയിക്കാൻ എത്തിയ ഒരു ജനക്കൂട്ടത്തെ തന്നെ ആ ഒരു വേദിയിൽ കാണാനാകും, അല്ലേ? തീർച്ചയായും അമൽ, നമുക്കറിയാം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകൾ ഈ ഒരു മെഗാ അദാലത്തിന്റെ ഭാഗമാകാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ അവരുടെ പരാതികൾ പറയാനും പരാതികളിൽ ഒരു പരിഹാരം ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടിയാണ് ഈ ധർമ്മടത്തേക്ക് എത്തിയിരിക്കുന്നത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച്, അതായത് നമുക്കറിയാം കണ്ണൂർ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് സ്ഥലമേറ്റെടുപ്പ് കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇതുവരെ നഷ്ടപരിഹാരം കിട്ടാത്ത ആളുകളുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഈ ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. വിവിധ ചികിത്സാ ആവശ്യങ്ങൾക്കുമായി ആളുകൾ എത്തിയിട്ടുണ്ട്. വീടില്ലാത്തതിന്റെ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആളെത്തിയിട്ടുണ്ട്. അങ്ങനെ വിവിധ ആവശ്യങ്ങൾ ഒരു മനുഷ്യനെ സംബന്ധിച്ച് എന്തൊക്കെ പ്രയാസങ്ങളുണ്ടോ, അതായത് സർക്കാർ ഇടപെട്ടാൽ നടക്കാവുന്ന പല കാര്യങ്ങളുണ്ട്. ആ പല കാര്യങ്ങളും കഴിഞ്ഞ് 10 വർഷമായിട്ടും നടക്കാത്ത ആളുകൾ അവസാന ആശ്രയമെന്നോണം ഈ BJPയുടെ മെഗാ അദാലത്തിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. എന്നാൽ ഈ ഒരു പരിപാടിയോടുകൂടി അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്നൊരു പ്രതീക്ഷ കൂടി അവർ മുന്നോട്ട് വെക്കുന്നുമുണ്ട്. അമൽ, യെസ്, അത് തന്നെയാണ്. വികസനം ജന്മാവകാശം എന്ന മുദ്രാവാക്യം ഉയർത്തി മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മടത്താണ് BJPയുടെ മെഗാ അദാലത്തും ജനസംഗമവും നടക്കുന്നത്. മമ്പറം എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ഗ്രൗണ്ടിൽ നടക്കുന്ന മെഗാ അദാലത്തിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും കേന്ദ്രമന്ത്രി ശോഭ കരന്തലജയും വേദിയിലുണ്ട്. അവർ സംസാരിക്കുന്ന ഘട്ടത്തിൽ ഈ വാർത്തയിലേക്ക് മടങ്ങിയെത്താം.